അൻവിൻ എക്സ്പോസ്ഡ് ഒന്നു ഇവിടെ കുറെ ദിവസമായിട്ട് ഈ അൻവിന്റെ കാര്യങ്ങൾ ഓരോരുത്തർ പറയുന്നുണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, അൻവിൻ എൻ്റെ ടീഷർട്ട് കമ്പനിയിലെ ഒരു ഇൻവെസ്റ്ററാണ്, മനസ്സിലായോ? പുള്ളിയുടെ പേഴ്സണൽ കാര്യവും പുള്ളിയുടെ അവിടുത്തെ കാര്യങ്ങളൊന്നും എനിക്ക് നോക്കേണ്ട ആവശ്യം, എനിക്ക് കാണേണ്ട ആവശ്യം. പരുന്തുവാസു ഈഗിളിനെ പ്രത്യേകിച്ച് ഞാനിപ്പോൾ ആർക്കും പരിചയപ്പെടുത്തി തരേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ അല്ലേ. എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഗെയിമറാണ് കേട്ടോ. ഞാൻ ഇതിന് മുമ്പും ഈഗിളുമായി ബന്ധപ്പെട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഈഗിളിൻ്റെ വൈഫിൻ്റെ ഒരു ഇഷ്യൂ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ഈഗിളുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അധികമൊന്നുമില്ല, എനിക്ക് തോന്നുന്നു 1-2 വീഡിയോ എന്തോ ഈഗിളുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്തിട്ടുള്ളൂ. ഈഗിളും അത് കണ്ടിട്ടുണ്ട്. ഈഗിളുടെ അഭിപ്രായം വന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ട്, നല്ല രീതിയിൽ തന്നെ. അപ്പോൾ ഇന്ന് ഈഗിളിൻ്റെ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ സത്യം പറഞ്ഞ ഈഗിൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈഗിളിൻ്റെ പല അഭിപ്രായത്തോടും പല നിലപാടുകളോടും യോജിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ ഈ പറഞ്ഞതിനോട് മാത്രം പ്രിയപ്പെട്ട വാസുവേട്ടാ നമുക്ക് യോജിക്കാൻ പറ്റുന്നില്ല. ഈ അൻവിൻ ജോസ്, നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും കണ്ടു കാണും അൻവിൻ എന്ന് പറയുന്ന വ്യക്തിയുമായി ഇപ്പൊ കിടന്ന് കളിക്കുന്ന കോൺട്രവേഴ്സികൾ. നമുക്ക് അതിലേക്കൊക്കെ വരാം. അപ്പൊ ആ ഒരു കോൺട്രവേഴ്സി അല്ലെങ്കിൽ പുള്ളിയുടെ, എനിക്ക് തോന്നുന്നു ഇന്ന് രാവിലെ തൊട്ടാണ് ഞാൻ പുള്ളിയുമായി ബന്ധപ്പെട്ട് ഈ റിയാക്ഷൻ, എന്നെ പോലുള്ള ആളുകൾ റിയാക്ട് ചെയ്യാൻ തുടങ്ങിയത് ആ ഒരു വിഷയത്തിൽ. പക്ഷെ ഇന്നലെയൊക്കെ ഒരുപാട് ഈ ട്രോൾ വീഡിയോകളൊക്കെ ഒരുപാട് കിടന്ന് കറങ്ങുന്നുണ്ട്. അപ്പം വാസുവിനോട് ആരോ അതിനെപ്പറ്റി സംസാരിച്ചപ്പോഴത്തേക്ക് പുള്ളി പറയുന്നതാണിത്, ഈഗിള് പറയുന്നതാണ്. അപ്പോൾ എൻ്റെ ഒരു സംശയം, അതായത് ടീഷർട്ട് കമ്പനിയിലെ ഒരു ഇൻവെസ്റ്റർ മാത്രമാണ്, പുള്ളിയുടെ പേഴ്സണൽ കാര്യങ്ങളൊന്നും അറിയേണ്ട കാര്യം പ്രിയപ്പെട്ട ഈഗിൾ ഗെയിമിങ്ങിനില്ല. കറക്റ്റാണ് പറയുന്നത്. പക്ഷേ ഒരു ബിസിനസ്സിലേക്ക് ഒരാളെ നമ്മൾ കൊണ്ടുവരുമ്പോൾ, നമ്മൾ തുടങ്ങുന്ന ഒരു ബിസിനസ്സിലേക്ക് അതിലേക്ക് കാശിടാൻ നമ്മൾ ഒരുത്തനെ കൊണ്ടുവരുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ച് നമ്മൾ അവനെ പറ്റി ഒന്ന് അന്വേഷിച്ച് വെക്കത്തില്ലേ? അല്ല, കാശിൻ്റെ കേസൊക്കെ ആവുമ്പോഴത്തേക്ക് ഒരു ബിസിനസ്സിലേക്ക് അവൻ പൈസ ഇടാൻ വരുമ്പോഴത്തേക്ക് അവൻ്റെ ചെറിയ തോതിലെങ്കിലും ചെറുതായിട്ടെങ്കിലും അവൻ ഉടായിപ്പാണോ, ഉടായിപ്പല്ലേ, ഇവൻ്റെ കയ്യിൽ കാശ് ഉണ്ടാവുമോ, അല്ലെങ്കിൽ ഈ കാശൊക്കെ ഇവൻ എവിടുന്ന് ഉണ്ടാക്കിയത്? കാരണം എന്തെങ്കിലും നാളെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവൻ്റെ പേരും പറഞ്ഞ ആ ഒരു പ്രശ്നം നമ്മുടെ നെഞ്ചത്തോട്ട് വരുമല്ലോ എന്നുള്ളൊരു സാധനം ആരാണെങ്കിലും തിങ്ക് ചെയ്യത്തില്ലേ? പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ബിസിനസ്സിലേക്ക് ഒരു ഇൻവെസ്റ്ററായിട്ട് അദ്ദേഹത്തെയൊക്കെ കൊണ്ടുവരുമ്പോഴത്തേക്ക്. അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ടെങ്കിലും ഒന്ന് അന്വേഷിക്കത്തില്ലേ വാസുവണ്ണ? എൻ്റെ ഒരു സംശയമാണത്. അല്ലെങ്കിൽ ഇനി മുന്നോട്ട് ചേട്ടൻ പുതിയ പുതിയ ബിസിനസ്സൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇൻവെസ്റ്റേഴ്സിനെയൊക്കെ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഒന്ന് അന്വേഷിച്ച് വെക്കുക. അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. പിടികിട്ടിയില്ലേ? അല്ലാതെ അവൻ കുറെ കാശ് അങ്ങോട്ട് തന്നു അതുകൊണ്ട് നമ്മൾ കൂടുതലൊന്നും അവനെ പറ്റി അന്വേഷിക്കേണ്ട. അത് പണിയാവും ചേട്ടാ, എനിക്കങ്ങനെയാ തോന്നുന്നത്. എന്തെങ്കിലും ഒരു ദിവസം നമുക്ക് പണിയായിട്ട് വരും. കാരണം അവൻ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ അവൻ കൊണ്ടുവന്ന് നമ്മുടെ കമ്പനിയിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ, അതിൻ്റെ സോഴ്സ് മനസ്സിലായില്ലേ? അതൊക്കെ ഒന്ന് അന്വേഷിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണത്, എന്നാലും ഒന്ന് അന്വേഷിച്ച് വെച്ചേക്കുക. പണി വരരുത് നാളെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. ഇതിപ്പം പുള്ളിയുടെ പേഴ്സണൽ, പുള്ളി കല്യാണം കഴിച്ചത് അതൊന്നും ലൈക്ക് ഈഗിളിനെ ബാധിക്കേണ്ട കാര്യമല്ല. ഈഗിൾ അതിനൊന്നും മറുപടി കൊടുക്കേണ്ട കാര്യമല്ല, ഒരാവശ്യവും ഇല്ല. പിടികിട്ടിയില്ലേ? പക്ഷെ ഇതിൻ്റെ പുറകെ പുള്ളിയുടെ ഈ ബിസിനസ്, പുള്ളി ഉടായിപ്പാണ്, കാശൊക്കെ പറ്റിച്ചാണ്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഈഗിളെ അത് പണിയായിട്ട് വരത്തില്ലേ? ഇവൻ ഇനി ആരെങ്കിലും പറ്റിച്ച കാശാണോ ഇനി ഈഗിളിൻ്റെ ടീഷർട്ട് കമ്പനി കൊണ്ട് ഇട്ടേക്കുന്നതൊന്നും നമുക്ക് അറിയത്തില്ലല്ലോ. ഞാൻ പറഞ്ഞതിൻ്റെ ഒരു പൊരുൾ മനസ്സിലായില്ല. ഞാനല്ലാതെ ഈഗിളിനെ കുറ്റം പറഞ്ഞൊന്നും അല്ല. പക്ഷെ ഈഗിള് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യത്തിൽ ഒരു റിപ്ലൈ കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരുത്തരെ നമ്മൾ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഒരു കച്ചവടത്തിനകത്തോട്ട് പൈസ ഇടിയിപ്പിക്കുമ്പോൾ അത് ഒന്ന് ഈഗിള് മനസ്സിലാക്കണം എന്നുള്ള രീതിയിൽ മാത്രം ഞാൻ പറയുന്നതേ ഉള്ളൂ. എന്താണെങ്കിലും നമുക്ക് ഈ അൻവിൻ ജോസുമായി ബന്ധപ്പെട്ട് കുറച്ച് കൂടുതലായിട്ട് ഒന്ന് സംസാരിക്കണ്ടേ പ്രിയപ്പെട്ടവരെ? അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്കൊക്കെ തരിക. അപ്പോൾ ഈ അൻവിൻ ജോസിനെ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ അല്ലേ? ഇതാണ് ആശാൻ അൻവിൻ ജോസ്. 976K ഫോളോവേഴ്സൊക്കെ ഇൻസ്റ്റഗ്രാമിലായി ഉള്ളൊരു മുതലാണ്. പുള്ളി എഴുതി വെച്ചേക്കുന്നത് കണ്ടല്ലോ, ഡു നോട്ട് കോൺടാക്ട് മീ ഫോർ പെയ്ഡ് പ്രൊമോഷൻ. പുള്ളിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പുള്ളി ഒരു ഓൺട്രപ്രണർ ആണ്, പുള്ളി ഒരു ഗെയിമറൊക്കെയാണ്. ഇൻഫ്ലുവൻസർ ആണെന്നൊന്നും എനിക്ക് പറയാൻ തോന്നുന്നില്ല. അപ്പോൾ എന്താണെങ്കിലും അത്യാവശ്യം നല്ല ഫോളോവേഴ്സൊക്കെ ഉള്ളൊരു മച്ചാനാണ്. മച്ചാൻ്റെ ഒരു വീഡിയോ ഒരു ചേട്ടായി കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ ഇട്ടു. ഇതാണ് ആ വ്യക്തി. അനന്തു സുജിത് ദീപ്തി എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ എക്സ്പോസ് ചെയ്തു, കുറച്ചും കൂടെ നല്ല വൃത്തിക്ക് നമ്മുടെ ഈ അൻവിൻ ജോസിനെ എക്സ്പോസ് ചെയ്തൊരു വീഡിയോ ഇട്ടു. അൻവിൻ ജോസ് ഇതുവരെയായിട്ടും ഒരക്ഷരം പോലും ആ വീഡിയോയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുള്ള ഇല്ല. അതാണ് എന്നെ അതിശയിപ്പിക്കുന്നത്. എന്താണ് ഇത്രയും
ഒരു വ്യക്തി, അതും 5 ഞാൻ കാണിച്ച ഇതിൽ തന്നെ ഉണ്ട്, 5.7 മില്യൺ ഏറ്റവും ആദ്യമേ കിടക്കുന്ന വീഡിയോ ആണ്. 5.50 ലക്ഷത്തിന് മേളിൽ ആളുകൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ എന്താണെങ്കിലും അൻവിൻ ജോസ് കണ്ടിട്ടുണ്ടാവും. പക്ഷേ എന്തുകൊണ്ട് അൻവിൻ ജോസ് തിരിച്ചൊന്നും പറയുന്നില്ല എന്നുള്ളൊരു സംശയം എല്ലാവർക്കും കാണും. എന്നാൽ കൂടി ഞാനൊരു പരിധി കൂടുതൽ അൻവിൻ ജോസിനെ അങ്ങോട്ട് ഇവൻ്റെ കുറച്ച് സാധനങ്ങൾ കാണിച്ചു എന്നും പറഞ്ഞ് അൻവിനെ അങ്ങോട്ട് വലിച്ചു കീറാനൊന്നും ഞാൻ പോവല്ല. ആദ്യമേ ഞാനതങ്ങ് പറഞ്ഞേക്കാം. കാരണം നിങ്ങൾക്ക് കുറേ പേർക്കെങ്കിലും ഒക്കെ അറിയായിരിക്കും, ഇല്ലെങ്കിൽ കുറച്ച് പേർക്കെങ്കിലും ഒക്കെ അറിയായിരിക്കും. കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് നമ്മുടെ അതുൽ വ്ലോഗ്സ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അതിൽ എന്തോ പൈസ ഈ ബിഗ് ബോസുമായി റേറ്റ് ചെയ്തിട്ട് ആരോ ജയിപ്പിക്കാൻ വേണ്ടി അവൻ കാശ് മേടിച്ചു എന്നും പറഞ്ഞ് ഒരുത്തൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് അവനെ പിടിച്ച് 2 കുട ഉടഞ്ഞപ്പോഴത്തേക്ക് അവൻ സത്യം മൊത്തം പറഞ്ഞു അവൻ റീച്ചിന് വേണ്ടി ചെയ്തതാണെന്ന്. മനസ്സിലായില്ലേ? സോ അങ്ങനെയുള്ള പരിപാടികൾ ഒരുപാട് ഇവിടെ നടക്കുന്നുണ്ടേ. അതുകൊണ്ട് റീച്ചിന് വേണ്ടി ഈ ഒരു പയ്യൻ വന്നിട്ട് കഥ പറഞ്ഞതാണോ എന്ന് നമുക്ക് അറിയത്തില്ല, പിടികിട്ടിയില്ലേ? പക്ഷെ അവൻ കഥ പറയുമ്പോഴും അവൻ 1-2 ഫോട്ടോസ് ഒക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ അൻവിൻ ജോസിനെ അങ്ങോട്ട് വലിച്ചു കീറാൻ തോന്നുന്നില്ല. കാരണം ചില ഇന്റർവ്യൂകളിൽ അൻവിൻ ജോസ് പറയാതെ പറഞ്ഞു പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എനിക്ക് നിങ്ങളെ അതൊക്കെ ഒന്ന് കാണിക്കണം. എന്നിട്ട് വേണം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഒന്ന് കുഴിഞ്ഞു നോക്കാൻ ഈ പയ്യൻ പറയുന്നതിനകത്ത് എന്തെങ്കിലുമൊക്കെ സത്യം ഉണ്ടോടെ, അൻവിൻ കള്ളനാണോ എന്ന്. അല്ലാതെ ചുമ്മാ അങ്ങോട്ട് വലിച്ചു കീറാനില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈഗിളുടെ കേസിലാണെങ്കിലും എനിക്ക് ഈഗിളുടെ അഭിപ്രായമാണ് പറഞ്ഞത്, പിടികിട്ടിയില്ലേ? ഞാൻ ഒരുത്തൻ്റെ പേഴ്സണൽ കാര്യം അന്വേഷിക്കേണ്ട കാര്യമില്ല. സത്യം ഈഗിൾ പറയുന്നത്, ഈഗിൾ അവൻ്റെ പേഴ്സണൽ കാര്യം അന്വേഷിക്കേണ്ട കാര്യമില്ല. പക്ഷേ അന്വേഷിക്കേണ്ട ഒരു ഘട്ടം വരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു പരിപാടി ചെയ്യണം എന്ന് എനിക്ക് പറയാൻ തോന്നിയ ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പയ്യൻ ഈ അൻവിൻ ജോസിനെ പറ്റി പറയുമ്പോഴത്തേക്ക് ഇവൻ ഈ കാശ് ഒപ്പിച്ച വഴിയൊക്കെ പറയുന്നുണ്ട്, അവൻ ഉടായിപ്പാണ്, അവൻ സ്കാം ചെയ്യുന്നുണ്ട്. സോ ആ ഒരു കേസ് വന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, സോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈഗിൾ ഇപ്പോൾ ഈ പറയുന്നതിനകത്ത് ഈഗിളിനും പണി വരും. കാരണം ഇവൻ ഇനി എവിടെയെങ്കിലും സ്കാം ചെയ്തിട്ടുള്ള പൈസയാണ് ഈഗിളിനെ കൊണ്ടിട്ടേക്കുന്നതെങ്കിൽ നമ്മുടെ വാസവണ്ണനും കുടുങ്ങിപ്പോവും. മനസ്സിലായില്ലേ? അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈഗിളിന് അങ്ങനെ ഒരു പണി കിട്ടണമെന്നൊന്നും ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല. കാരണം എൻ്റെ ഒരു നമ്മുടെ ഈ ഒരു സോഷ്യൽ മീഡിയ വഴി കണ്ട ഒരു ഈഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ജെന്യുവൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. സോ അങ്ങനെ ഒരാൾക്കൊന്നും അങ്ങനെ ഒരു അബദ്ധം പറ്റരുത് എന്നുള്ളൊരു ആഗ്രഹത്തിന്റെ പുറത്താണ് ഞാനിത് പറയുന്നത്. എന്താണെങ്കിലും ഈ അൻവിൻ ജോസിനെ ഞാൻ ഒരുപാട് നാളുകളായിട്ടൊന്നും ഒരു കാണുന്ന വ്യക്തിയൊന്നും അല്ല കേട്ടോ. ഞാൻ ആകെ ഒരു 3-4 മാസമേ ആയിട്ടുള്ളൂ ഈ പുള്ളിയുടെ വീഡിയോസ് ഒന്ന് കാണാൻ തുടങ്ങിയിട്ട്. ഇൻസ്റ്റയിലാണ് കൂടുതലും വീഡിയോസ്. യൂട്യൂബിൽ ഷോർട്സ് ഉണ്ട്. വലിയ വീഡിയോകൾ ആകെ 2 എണ്ണേ ഞാൻ കണ്ടുള്ളൂ. അതിനകത്ത് ഒരെണ്ണം മാത്രമേ ഈ വലിയ വീഡിയോ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഒരെണ്ണം കുറച്ച് സെക്കൻഡ്സ് മാത്രമുള്ളതാണ്. പക്ഷെ ഒരു വലിയ വീഡിയോ എന്ന് പറയുന്നത് അത് ഞാൻ കണ്ടു നോക്കി. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാടേ. അതും പുള്ളി ഈ കാറൊക്കെ ചുമ്മാ ഇങ്ങനെ കാറ് തൊട്ട് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു BMW അല്ല, മിനി കൂപ്പർ കൊടുക്കുന്നു ആരാധകർക്ക്, ആ ഒരു മൂടുള്ള ഒരു വീഡിയോ ഒക്കെയാണ് കാണിക്കാം. അതിന് മുമ്പായിട്ട് ഈ അൻവിൻ ജോസിന്റെ ഞാൻ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് റിയാക്ട് ചെയ്യണമെന്ന് ഒരു 1-2 ആഴ്ചകൾക്ക് മുമ്പ് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ തോന്നിയൊരു വീഡിയോ ഞാൻ ഭാഗ്യം കേട്ടോ അത് റിയാക്ട് ചെയ്യാതിരുന്നത്. കാരണം അന്ന് പുള്ളിയെ ഒരുപാട് അങ്ങ് പൊക്കി പറയണമെന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ പുള്ളി അന്ന് ഞാൻ കണ്ട ആ ഒരു വീഡിയോയിൽ പുള്ളി ചെയ്യുന്നൊരു കാര്യം, അതിന് പുള്ളിയെ ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്തേ പറ്റുള്ളൂ. അതെന്താന്ന് വെച്ചാൽ അത് നിങ്ങൾക്കും അപ്രിഷ്യേറ്റ് ചെയ്യാൻ തോന്നൂടെ. നിങ്ങൾ ഈ വീഡിയോ കാണുക, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളതൊക്കെ നോക്കാം. ഈ 3 അവന്മാർക്ക് അപ്പുറത്തെ പാടത്തിനടുത്ത് കളഞ്ഞിട്ട് ഈ പട്ടിക്കുഞ്ഞിനെ ഞാനിവിടെ രാത്രി ഫുഡ് കഴിക്കാൻ വന്നത്. അപ്പതാ അവിടെ നിൽക്കുന്ന ബ്രോ അവന് ഫുഡ് വാങ്ങിച്ചു കൊടുത്തോണ്ടിരിക്കുക. എന്നാ പിന്നെ ഞാനും കൂട്ടത്തിൽ കൂടാന്ന് വിചാരിച്ചു. അവനെ അവിടെ കളഞ്ഞിട്ട് പോകാൻ മനസ്സ് വന്നില്ല. ഞങ്ങളൊരു ചെറിയ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി അങ്ങോട്ട് ഇട്ടു. അവനെ ആരെങ്കിലും വന്ന് കൊണ്ടുപോകുന്നുള്ള പ്രതീക്ഷയോടെ കാത്തിരിക്കുക. കാത്തിരിപ്പ് ഞങ്ങൾക്ക് മാത്രമല്ലായിരുന്നു, അവന്റെ കണ്ണിലും ഉണ്ടായിരുന്നു. 10 മിനിറ്റ് പോലും ഞങ്ങൾ വെയിറ്റ് ചെയ്തില്ല. അവനെ അവിടെ നിന്ന് കൊണ്ടുപോയിക്കോളെന്ന് പറഞ്ഞാൽ ഈ മച്ചാനെത്തി. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നും, എന്റെ കയ്യിൽ 10,000 വാങ്ങിച്ചിട്ട് ഈ പട്ടിക്കുഞ്ഞിനെ അവൻ കൊണ്ട് കളഞ്ഞാലോ. അതിന്റെ എല്ലാ ലൂപ്പ് ഹോൾസും അപ്ഡേറ്റ് ഞങ്ങൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. അവൻ വളരെ സന്തോഷത്തോടെ തന്നെയാണ് പോയത്. ഞങ്ങളുടെ അവിടെയുള്ള എല്ലാവരുടെ നമ്പറും കൊടുത്ത് ഞങ്ങൾക്ക് ഡെയിലി അപ്ഡേറ്റ് തരണമെന്ന് പറഞ്ഞിട്ടാണ് ആശാൻ അതിനെ കൊണ്ട് പോകുന്നത്. ബാക്കി ഫുഡും പോയിഞ്ഞെടുത്ത് നമ്മുടെ പട്ടിക്കുഞ്ഞ് പുതിയ വീട്ടിലോട്ട് പോകുന്നു. സോ ഈ ഒരു വീഡിയോ ഒക്കെ കണ്ടപ്പോഴത്തേക്ക് പുള്ളിക്ക് ഭയങ്കര പട്ടികളെ ഇഷ്ടമുള്ളൊരു മനുഷ്യനാണ് പുള്ളിയുടെ വീട്ടിൽ തന്നെ 3-4 പട്ടിയൊക്കെ ഉണ്ട്. അപ്പം പുള്ളി UK-ലാണ് സെറ്റിൽഡ്. ഇടയ്ക്ക് ഇങ്ങനെ കൊച്ചി വരാറുണ്ട്, പിന്നെ കൊച്ചിയിൽ നിന്ന് UK പോകാറുണ്ട്, പിന്നെ ഇങ്ങോട്ട് വരാറുണ്ട്, പിന്നെ അങ്ങോട്ട് പറക്കാറുണ്ട്. അവിടെ എന്തൊക്കെയോ ബിസിനസ്സും പരിപാടികളും ഒക്കെ ഉള്ളൊരു അത്യാവശ്യം സിംഗിളായിട്ട് കല്യാണമൊന്നും കഴിച്ചിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ജീവിക്കുന്നൊരു വ്യക്തിയാണ്. പുള്ളി കൊച്ചി വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു പട്ടിയെ കണ്ടപ്പോൾ ഒരു വീഡിയോ ഒക്കെ എടുത്ത് പുള്ളി ഇട്ടതാണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി. ഓക്കെ, പുള്ളി ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യണമെന്ന് തോന്നി. അപ്പം ഞാൻ വീണ്ടും പറയുന്നു, അത് അപ്രീഷിയേറ്റ് ചെയ്യാൻ വെച്ചിരുന്നപ്പോഴാണ്, അല്ലെങ്കിൽ അതിന് ശേഷം നമ്മൾ തിരക്കായിട്ട് അങ്ങ് വിട്ടുപോയി ചെയ്യാൻ പറ്റിയില്ല. അതിന് ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ഇപ്പോഴും ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഇതേ പുള്ളിയായിട്ട് ബന്ധപ്പെട്ട് ഗംഭീര കോൺട്രവേഴ്സിയൊക്കെ. അപ്പോൾ എന്താണെങ്കിലും ആ കോൺട്രവേഴ്സി വീഡിയോ ഞാൻ കാണിക്കാം. അതിന് മുമ്പ് വേറെയും കുറേ കാര്യങ്ങൾ കാണിക്കണം നിങ്ങളെ. ഈ അൻവിൻ ജോസ് ഈ ചേട്ടായി UK-ൽ ഉള്ളൊരു വീഡിയോ പുള്ളിയുടെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ആകെ ആ ഒരു വീഡിയോ ഉള്ളടെ വലിയൊരു വീഡിയോ. അത് പുള്ളി ഒരു മിനി കൂപ്പർ കുറച്ച് ആളുകൾക്ക്, അല്ലെങ്കിൽ കുറച്ച് ആളുകളെ വിളിച്ചു കൂട്ടി നമ്മുടെ ഈ മിസ്റ്റർ ബീസ്റ്റ് ഒക്കെ ചെയ്യുന്ന കണ്ടിട്ടില്ലേ. അപ്പം അതുപോലുള്ളൊരു പരിപാടി
ചിലപ്പോൾ അത് കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ വല്ലതൊക്കെ ചെയ്തതായിരിക്കും. പുള്ളി ഒരു മറ്റേ മിനി കൂപ്പർ പുള്ളി കൊടുക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ നിങ്ങളൊന്ന് കാണണം. എന്നിട്ട് വേറെ കുറച്ച് പുള്ളിയുടെ ഇൻ്റർവ്യൂകളിൽ പുള്ളി പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അതിനുശേഷം മാത്രമേ നമ്മുടെ മറ്റേ മച്ചാനുണ്ടല്ലോ ഈ അൻവിനെതിരെ എക്സ്പോസിങ് ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്, നമുക്ക് അതിലേക്കൊക്കെ പോവാം. അതിന് മുമ്പും നിങ്ങൾ കണ്ടിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ വീഡിയോ മിസ്റ്റർ ബീസ്റ്റ് ചെയ്യുന്ന പോലൊരു സാധനമൊക്കെ പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് എന്തൊക്കെയോ ചെറിയ ഡൗട്ടുകളുണ്ട്, പറയാം. അതിന് മുമ്പ് ഇതൊന്ന് കണ്ടോ. ഒരു വണ്ടി തൊട്ട് നിന്നതിന്റെ പേരിൽ വണ്ടി കൊടുക്കുന്നു പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക? ആക്ച്വലി ഇറ്റ്സ് ഹാപ്പനിങ്. ഞാനിവിടെ ഒരു മിനി കൂപ്പർ കൊടുക്കാൻ പോകും. ഈ ഒരു ഗെയിം ഷോയിൽ പങ്കെടുക്കാൻ വേണ്ടി ഞങ്ങൾ ഗൂഗിൾ സർവേ ഇട്ടു. 1000കണക്കിന് ആപ്ലിക്കേഷൻസാണ് വന്നത്. അതിൽ നിന്ന് ഞങ്ങൾ ഫിൽറ്റർ ചെയ്ത് എത്തിച്ച് അവസാനത്തെ 17 പേരാണ് ഈ കാണുന്നത്. ഈ ഗെയിം ഭയങ്കര സിമ്പിളാണ്. അവസാനം ആര് കൈയെടുക്കുന്നു അവർ വണ്ടിയോട് വീട്ടിൽ പോകും. എല്ലാവരും ഭയങ്കര കട്ടയ്ക്ക് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അവരെ പുറത്താക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. മതി, ഇത്രയും മതി. സംഗതി നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആ മിനി കൂപ്പറെ തൊട്ടിങ്ങനെ നിന്നാൽ മതി. ആദ്യമൊക്കെ ആയിട്ട് കൈയെടുത്ത് പോകുന്നവർ ഔട്ടായി പോകും. ലാസ്റ്റ് വരെ അത് പിടിച്ചോണ്ടിരിക്കുന്നവർക്ക് കാറ് കിട്ടും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ ഗെയിമും ഒക്കെ ഉണ്ട് കേട്ടോ. അതായത് കുറേ നേരം ഇങ്ങനെ പിടിച്ച് നിന്ന് കഴിയുമ്പോൾ ആരും കൈയെടുക്കത്തില്ല. അപ്പോൾ പിന്നെ പുള്ളി ഓരോരോ ടാസ്കുകൾ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. സിനിമ പേര് പറഞ്ഞ് കളിക്കുന്ന അങ്ങനെ ഒരു പരിപാടിയാണ്. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു പരിപാടി പുള്ളി നടത്തുമ്പോഴത്തേക്ക് പുള്ളി ഈ ഡേറ്റാബേസ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നത്. അപ്പം പുള്ളി നന്മ മാത്രം ഉദ്ദേശിക്കുന്നൊന്നുമല്ല. ഈ ഡേറ്റാബേസ് ഒക്കെ പുറത്ത് വിൽക്കുന്ന പരിപാടിയൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ഇതിൻ്റെയൊക്കെ പുറകിൽ അങ്ങനെയുള്ള പരിപാടികൾ കാണും. ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം എന്തോ ഗൂഗിൾ ഫോമിൽ വെച്ചിട്ട് ആൾക്കാരങ്ങോട്ട് പിടികിട്ടിയല്ലോ. അപ്പം അങ്ങനെ ഡീറ്റെയിൽ കൊടുക്കുമ്പോഴൊക്കെയാണ് ഈ സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്യുന്നത്. അപ്പം 17 പേരെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 10,000 പേരുടെയെങ്കിലും ഡീറ്റെയിൽസ് പുള്ളിക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഡീറ്റെയിൽസ് നല്ല കാശിന് പുറത്ത് വിൽക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം മൊത്തത്തിലൊരു നന്മയൊന്നും അല്ല. ഇതിനിടയ്ക്ക് പുള്ളി ഒരു ബിസിനസ്സുകാരനാണ്, കച്ചവടക്കാരനാണ്. പുള്ളി കാശും ഉണ്ടാക്കുന്നുണ്ടായിരിക്കും. പിന്നെ പുള്ളി യൂട്യൂബ് കൊണ്ട് ഇൻകം ഉണ്ടാക്കാൻ വന്ന ഒരാളാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, എനിക്ക് തോന്നുന്നില്ല. പക്ഷേ പുള്ളിയുടെ ഒരു പോസ്റ്റ് ലൈഫ് അത് ജനങ്ങളിലേക്ക് കാണിച്ചു കൊടുക്കുക. പുള്ളി ഒരുപാട് ബിസിനസ്സുകാരനാണ്. അപ്പോൾ കുറേ ആളുകൾ പുള്ളിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പുള്ളിക്ക് ഇപ്പം ഈഗിളിൻ്റെ ടീഷർട്ടിനകത്തൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഇങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ വേണ്ടിയിട്ടായിരിക്കാം. പിടികിട്ടിയില്ലേ? അല്ലെങ്കിൽ ഒരു എൻജോയ്മെന്റിന് വേണ്ടി ചെയ്യുമോ? സമയമൊക്കെ കളഞ്ഞ് ആ സമയത്ത് പുള്ളിക്ക് വേറെ എന്തെങ്കിലും കച്ചവടത്തിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതിയല്ലോ. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പുള്ളിയുടെ തന്നെ ബിസിനസ്സിലേക്ക് കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതിയല്ലോ. പിന്നെ ചില ആൾക്കാർ കാണും ഒരുപാട് കാശ് കിട്ടിക്കഴിയുമ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് പോലെ. മനസ്സിലായില്ലേ? അപ്പം ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഒരു സൈഡിൽ കൂടെ പുള്ളി ചെയ്യുന്നുണ്ടേ. പിന്നെ എനിക്കൊരു കംപ്ലീറ്റ്ലി ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഒരാളെ പെട്ടെന്ന് അങ്ങോട്ട് ഉടായ്പെന്ന് പറഞ്ഞ് എഴുതി തള്ളാൻ പറ്റത്തില്ല, പ്രത്യേകിച്ച് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ. അത് ഞാൻ പറഞ്ഞു തരാം. അതിന് മുമ്പ് വേണമെങ്കിൽ നിങ്ങൾ ആ പയ്യൻ്റെ വീഡിയോ പെട്ടെന്ന് ഞാൻ കാണിച്ചു തരാം. കാരണം അതുമായി റിലേറ്റ് ചെയ്തിട്ട് പുള്ളി തന്നെ ഈ അൻവിൻ ജോസ് തന്നെ കുറച്ച് ഇൻ്റർവ്യൂവിലൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടേ. അതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്ക് എന്തോ എവിടേക്കോ ഒരു സംശയം. എന്താണെങ്കിലും ഈ പയ്യൻ്റെ വീഡിയോ നിങ്ങളൊന്ന് കാണും, എന്നിട്ട് ഞാൻ ബാക്കി സംസാരിക്കാം. മീറ്റ് അൻവിൻ ജോസ്. UK ഭയങ്കര ഒരു ലക്ഷൂറിയസ് ലൈഫ് പുട്ട് ഔട്ട് ചെയ്ത് അതിലൂടെ ഒരു ഓഡിയൻസിനെ വളർത്തിയെടുത്ത് കുട്ടികളുടെ ഇടയിൽ സിംഗിൾ സിഗ്മ ലൈഫ് പുട്ട് ഔട്ട് ചെയ്തു. കല്യാണം എന്നൊരു പ്ലാൻ ഉണ്ടോ? ഇല്ല. കല്യാണം കഴിക്കാൻ വിരോധമാണോ? വിരോധമൊന്നുമില്ല. ഇപ്പൊ എന്തായാലും പ്ലാൻ ഇല്ല. മൾട്ടി മില്യണർ ബിസിനസ് എംപയർ ഉണ്ടായി. കല്യാണം കഴിക്കാൻ ഇപ്പോൾ പ്ലാൻ ഇല്ലെന്നേ പുള്ളി പറഞ്ഞിട്ടുള്ളൂ. ഞാനത് ശ്രദ്ധിച്ചു. ഇപ്പോൾ പുള്ളിക്ക് കല്യാണം കഴിക്കാൻ പ്ലാൻ ഇല്ല. ഒരു ഇന്റർവ്യൂ ചോദിച്ചപ്പോഴത്തേക്ക് പുള്ളി പറയുന്ന മറുപടി ഈ പയ്യൻ നമ്മളെ കാണിച്ചു തരുന്നതാ. ഇപ്പോൾ എനിക്ക് കല്യാണം കഴിക്കാൻ പ്ലാൻ ഇല്ല. പുള്ളി പണ്ട് കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പുള്ളി എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ പണ്ട് എനിക്ക് ഗേൾ ഫ്രണ്ട് ഇല്ലായിരുന്നു എന്ന് പുള്ളി എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇതൊക്കെ എനിക്ക് ചെറിയ സംശയങ്ങൾ തോന്നി. അത് കണ്ടിട്ടാണ് ഞാൻ വേറെ പല ഇന്റർവ്യൂകൾ പോയി കണ്ടത്. കാണിച്ചു തരാം. എന്താണെങ്കിലും ഇത് മൊത്തം നമുക്കൊന്ന് കാണാം. എന്നിട്ട് 2023 റിട്ടയർ ആയ 21 മുകളിൽ കാർ കളക്ഷൻ ഉള്ള ഒരു കാർ എന്തൂസിയാസ്റ്റ്. ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മിന്നുന്നതെല്ലാം പൊന്നാണ്. അപ്പൊ പിന്നെ ഇതാരാ അൻവിനെ? ഈ നിലമ്പൂറുള്ള കൊച്ചിനെ മറന്നോ? പോട്ടെ, ഇയാള് മൾട്ടി മില്യണർ ആണെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്തും ചേട്ടാ അത് കല്യാണ ഫോട്ടോ ഒന്നും അല്ലല്ലോ. ആണോ? അല്ല. ഒരു എക്സിക്യൂട്ടീവ് ഒരു ഡ്രസ്സ് ഇട്ട് നിൽക്കുന്ന, അതിനൊരു പേര് പറയില്ല, ഞാൻ മറന്നുപോയി, സോറി. അപ്പം അങ്ങനെ ഡ്രസ്സ് ചെയ്ത് നിൽക്കുന്ന ഒരാളുടെ കൂടെ ഒരു ലേഡി നിൽക്കുന്നു, കാറിൻ്റെ അടുക്ക് നിൽക്കുന്ന ഒരു ഫോട്ടോ. അതല്ലാതെ കൈ പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ. ഇതല്ലേ? അല്ലാതെ കല്യാണം കഴിക്കുന്ന മോതിരം ഇടുന്ന അങ്ങനൊന്നും അല്ലല്ലോ. ഇനി പുള്ളിയുടെ ഭാര്യയാണോ? എനിക്കറിയാൻ പാടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പുള്ളിയെ വെളുപ്പിക്കുമെന്നില്ല. ഇനിയിപ്പോൾ കുറേ പേര് വരും ഞാൻ പുള്ളിയെ വെളുപ്പിക്കുമെന്ന് പറഞ്ഞു. ഈ സംശയങ്ങളാണ്. നമ്മൾ ചുമ്മാ ഒരാളെ കല്ല് വലിച്ചെറിയരുത്. കല്ല് വലിച്ചെറിയേണ്ട സീനാണെങ്കിൽ അവനെ കല്ല് വലിച്ച് ഫസ്റ്റ് ഞാൻ എറിയും, അത് വേറെ കാര്യം. പക്ഷേ നമ്മൾ ഓരോ കാര്യങ്ങളും കുത്തി നോക്കണോടെ. ഇന്നത്തെ കാലം അതായതുകൊണ്ട്
പുള്ളി കൈ പിടിച്ച് നിൽക്കുന്നു, പുള്ളിയുടെ വണ്ടിയിലിരിക്കുന്നു. ചിലപ്പോൾ പുള്ളിയുടെ ഗേൾ ഫ്രണ്ട് ആയിരിക്കാം, ആയിക്കൂടെ, ചിലപ്പോൾ പുള്ളിയുടെ ഭാര്യ ആയിരിക്കാം, ഇല്ലെങ്കിൽ ചിലപ്പോൾ വേറെന്തെങ്കിലും, നമുക്കറിയത്തില്ല. എന്താണെന്ന് പ്രോപ്പറായിട്ട് നമുക്ക് അറിയത്തില്ല. അത് വേറൊരു കാര്യം. നമുക്ക് ബാക്കി കേൾക്കാം. ഈ കുട്ടിക്ക് കോളേജിൽ പഠിക്കാനുള്ള ഫീസിന് വേണ്ടിയിട്ട് GoFundMe പേജ് വരെ കുട്ടിക്ക് തുടങ്ങേണ്ടി വന്നു. പോട്ടെ, ഇതും പോട്ടെ. പക്ഷേ ആ കുട്ടിയുടെ ഡിപ്പെൻഡന്റ് വിസയിലല്ലേ അൻവിൻ എന്ന് പറയുന്ന വ്യക്തി UK നിന്നോണ്ടിരുന്നത്. 2022 ജാനുവരിയിൽ ഷിൻഡോ എന്ന് പറയുന്ന ഒരു വ്യക്തി UK ഒരു കെയർ ഹോം സ്റ്റാർട്ട് ചെയ്യുന്നു. 2-ാം മാസത്തിൽ ഒരു റിക്രൂട്ടറായിട്ട് അൻവിൻ അവിടെ 30% ഓണർഷിപ്പിലേക്ക് കടന്നു വരുന്നു. 11-ാം മാസത്തിനുള്ളിൽ അതിനകത്തുള്ള എല്ലാ പാർട്ട്നേഴ്സിനെയും ഡൈല്യൂട്ട് ചെയ്തിട്ട് നിബു സിറിയാക്ക് 100% ഓണർഷിപ്പിലോട്ട് കമ്പനി മാറ്റുകയും ഇവരെല്ലാവരും ആ കമ്പനിനകത്ത് പോവുകയും ചെയ്തു. സോ 11 മാസത്തിൽ ഒരു വൃദ്ധസദനം നടത്തിയിട്ട് മൾട്ടി മില്യണർ ആയിട്ട് റിട്ടയർ ആകാൻ പറ്റുമെന്നാണോ നിങ്ങൾ എല്ലാവരും പറയുന്നത്? ബ്രോ കറന്റ് ഇപ്പൊ എന്നാലും എത്ര വണ്ടി ഉണ്ടാവും? ഞാൻ ഇന്റർവ്യൂ കാണോട് വിരലിൽ എണ്ണാൻ പറ്റാത്തത്, എന്നാലും ഒരു എക്സാക്ട് കൗണ്ട് വിരലിടാനൊക്കെ പറ്റി 21 വണ്ടി. 21 വണ്ടിയോ അൻവിന്? ആ സെക്കൻഡ് ഹാൻഡ് BMW പിന്നെ ആ വർക്ക്ഷോപ്പിൽ കിടക്കുന്ന ഒരു വണ്ടി ഉണ്ടല്ലോ, ഒരു നിസാൻ പെട്രോൾ, അതും വർക്ക്ഷോപ്പിൽ നിന്ന് എടുക്കാനെന്നുള്ള പൈസ ഇല്ലാതെ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് ഒരു വർഷമായിട്ട് ആ വണ്ടി. അതുമല്ലാതെ വേറെ ഏത് വണ്ടിയാണ് അൻവിന്റെ പേരിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ളത് UK? ഇതെനിക്കും ഒരു സംശയമുണ്ട്. കാരണം പുള്ളിയുടെ വീഡിയോകൾ ലൈക്ക് ഇൻസ്റ്റാഗ്രാമിലുള്ള സാധനങ്ങളൊക്കെ ഞാനും കണ്ടിട്ടുള്ളതാണ്. ഈ 21 വണ്ടിയും കിട്ടിയൊന്നും ഞാൻ കണ്ടിട്ടില്ലടേ. അത് വേറെ കാര്യം, ഉള്ള കാര്യം പറയാലോ. അപ്പൊ ഇങ്ങനെ ഇനി ചുമ്മാ അവനെ മാത്രം പറയുന്നതൊക്കെ കള്ളമല്ല, ആ പരിപാടിക്ക് ഞാൻ നിൽക്കത്തില്ല. അവൻ പറയുന്നത് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ കാര്യമാണെന്ന് തന്നെ പറയണ്ടേ. 21 വണ്ടിയൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാനൊരു BMW കണ്ടിട്ടുണ്ട്, പിന്നെ ഇതേ കണക്ക് വേറെ ഏതോ പെട്രോൾ ഏതൊക്കെ ഒരു 2-3 വണ്ടി എന്തോ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിന്റെ അപ്പുറത്തേക്ക് 21 വണ്ടിയൊക്കെ ഇടണമെങ്കിൽ അതുപോലുള്ള ഒരു മറ്റേ എന്താണ് ഗ്യാരേജ് ഒക്കെ വേണ്ടേ? നമ്മളൊന്നും കണ്ടിട്ടില്ല കേട്ടോ. അല്ലെങ്കിൽ പുള്ളി അതുപോലെ അതൊക്കെ കാണിക്കണ്ടേ അല്ലേ? പുള്ളിയുടെ ലൈഫ് മൊത്തം പുള്ളി കാണിക്കുന്നതല്ലേ. ഞാൻ കണ്ടിട്ടില്ല. ഇനി എവിടെയെങ്കിലും പുള്ളി ഇട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല, ഞാൻ കണ്ടിട്ടില്ല. നമുക്ക് ബാക്കി കണ്ടാലോ. പിന്നെ പുള്ളി പറയുന്ന കാര്യമൊക്കെ കേട്ടല്ലോ, ആ പെങ്കൊച്ചിന്റെ കെയർ ഓഫിലാണ് പുള്ളി അവിടെ ചെന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അതല്ല എന്ന് പുള്ളി എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പുള്ളി ഞാനൊരു ഇന്റർവ്യൂ കണ്ടതിനകത്ത് പുള്ളി ഫസ്റ്റ് 18-ാം വയസ്സിൽ ഇവിടുന്ന് ശ്രീലങ്ക പോകുന്നു, അവിടുന്ന് ചൈന പോകുന്നു, അവിടുന്ന് UK, അങ്ങനെയാണ് കേട്ടത് കേട്ടാ. ഞാൻ അങ്ങനെയാണ് തോന്നുന്നു കേട്ടത്. ഇനി എനിക്ക് എവിടെയെങ്കിലും മിസ്റ്റേക്ക്, ഞാനും പാവപ്പെട്ടവനാണ്, എനിക്കും തെറ്റൊക്കെ പറ്റും. ഞാൻ ഇങ്ങനെയാണ് കേട്ടത്. ചിലപ്പോൾ ഇനി ഏതെങ്കിലും പുള്ളി അങ്ങനെ ചെന്നു എന്ന് പറയുന്നുണ്ട്, ചിലപ്പോൾ ഏതെങ്കിലും പെണ്ണിന്റെ പേരിൽ നമുക്കറിയത്തില്ല. ഇനി ആ പറയുന്ന കണക്കിന് ഏതെങ്കിലും ഒരു പെണ്ണിന്റെ കെയർ ഓഫിലാണോ അവിടെ പോയി ചാടിയിരിക്കുന്നതെന്ന് നമുക്ക് അറിയത്തില്ല. അറിയാത്ത കാര്യം അറിയത്തില്ല എന്ന് തന്നെ പറയണ്ടേ. അതുപോലെ തന്നെ ഇവർ പറയുന്നതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു കൊനസ്റ്റ് തോന്നിക്കഴിഞ്ഞാൽ അതും ചൂണ്ടിക്കാണിക്കണ്ടേ. ഈ പയ്യൻ പറയുന്ന കണക്ക് 21 കാറ്, അതിന്റെ ഒന്നും കാര്യം നമുക്കറിയത്തില്ല, ഞാൻ കണ്ടിട്ടുമില്ല. ഉള്ള കാര്യം പറയാലോ. നമുക്കിനി ബാക്കിയും കൂടെ കാണാം. അങ്ങനെ ആണെങ്കിൽ അതിന്റെയൊക്കെ ലിസ്റ്റ് ഒന്ന് പുട്ട് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പോലുള്ള ആൾക്കാർക്ക് വലിയ സന്തോഷമായേനെ. അതുപോലെ തന്നെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഫാം ഹൗസ്, ആ റെന്റഡ് ആയിട്ടുള്ള ഒരു ഫാം ഹൗസ് ഉണ്ടല്ലോ, ആ പറയുന്ന ഫാം ഹൗസിന്റെ റെന്റ് കൊടുക്കാതിരുന്നിട്ടുണ്ടോ? അത് മേടിച്ചതാണെന്ന് പറയരുത്. 2017 അത് മേടിച്ചത് ആരാണെന്നുള്ള ഡീറ്റെയിൽ ഉണ്ട്, അത് ഞാനിവിടെ ഔട്ടാക്കുന്നില്ല. ഈ വീഡിയോ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്റെ കൂട്ടുകാരെ വരെ ത്രെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരുടെ ടീം. എന്തിന്? സെറ്റിൽമെന്റ് ഓഫറിൽ വരെ വന്നിരുന്നു. കമ്മിങ് ടു ദ പോയിന്റ്, ഇതൊരു 3 പാർട്ടുള്ള സീരീസ് ആയിരിക്കും. ഇപ്പൊ നിങ്ങൾ കണ്ടത് ഒരു ട്രെയിലർ മാത്രം. അടുത്തത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അൻവിന്റെ സ്കാം അക്യൂസേഷനെ കുറിച്ചിട്ടാണ്. ദാറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ഹിസ് ഓട്ടോ സ്പാ ബിസിനസ് ഇൻ UK ആൻഡ് ദ ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസ് ദാറ്റ് ഹീസ് ഗോണ ലോഞ്ച് ഇൻ ഇന്ത്യ. സോ അതിനകത്തൊന്നും പോയി പെടാതിരിക്കുക. സ്നേഹം പരക്കട്ടെ, സ്നേഹം മാത്രം പരക്കട്ടെ. See you in part 2. അപ്പൊ പാർട്ട് 2ഉം പാർട്ട് 3യും ഒക്കെ ഉണ്ടല്ലേ. ചെറുക്കം പറയുന്നതിനകത്ത് എന്തെങ്കിലുമൊക്കെ കാര്യമുണ്ടോ? എനിക്കൊരു സംശയം. കാരണം സ്കാം അക്വിസിഷൻ ഈ ഒരു സാധനം പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈഗിളിന്റെ. അപ്പൊ ഈഗിളൊരു കാര്യം മനസ്സിലാക്കണം, ഇങ്ങനെയുള്ളൊരു സാധനമൊക്കെ വരുമ്പോഴത്തേക്ക് അവൻ എവിടുന്നെങ്കിലുമൊക്കെ ഇങ്ങനെ മുക്കിക്കൊണ്ട് വന്ന കാശാണോ അവിടെ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് നമുക്കറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ അതിന്റെ പുറകെ പണി വരും. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഒരുത്തനെ നമ്മുടെ ഒരു ഇൻവെസ്റ്ററോ ഒരു ബിസിനസ് പാർട്ട്ണറോ ഒക്കെ ആക്കുന്നതിന് മുമ്പ് നമുക്ക് പറയാൻ വേണമെങ്കിൽ അവന്റെ പേഴ്സണൽ ലൈഫ് ഒന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല, എനിക്കൊന്നും അറിയണ്ട, എനിക്ക് കാശിങ് വന്നാൽ മതി. പക്ഷെ അങ്ങനെ അല്ല. എന്തെങ്കിലും ഒരു പണി കിട്ടിക്കഴിഞ്ഞാൽ ചോദ്യം വരും, നീ എന്ത് കണ്ടിട്ടാടെ അവൻ്റെ കാശ് മേടിച്ച് നിന്റേനകത്ത് ഇട്ടേന്നുള്ള കാര്യം ഇല്ലേ. അങ്ങനെ ഒരു പണി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് അത്യാവശ്യം പേഴ്സണലായിട്ടൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുന്നത് നല്ലതായിരിക്കും. മനസ്സിലായില്ലേ ഈകളേട്ടാ? ഒന്ന് അറിഞ്ഞു വെക്കുന്നത് നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ ചിലപ്പോൾ നാളെ എന്തായിരിക്കും നമുക്ക് പണി വരാൻ പോകുന്നതെന്ന് അറിയത്തില്ല. നിങ്ങളോടുള്ള സ്നേഹത്തിന്റെ പുറത്ത് പറയുവാണേ, ഇനി അതിനെ വേറെ രീതിയിൽ നിങ്ങൾ എടുക്കരുത്. ഇനി വേറൊരു കാര്യം, ഇയാൾ ഈ പറയുന്നതൊക്കെ ഇപ്പം ഈ പയ്യൻ ഈ പറയുന്നതൊക്കെ നിങ്ങൾ കേട്ടല്ലോ. അവൻ്റെ ആ ലാസ്റ്റുള്ള ഒരു ഭയങ്കര കോൺഫിഡൻസോട് കൂടിയാണ് അവൻ പറയുന്നത്. വീടിന്റെ കാര്യം പറയുന്നു. അവിടെയാണ് എനിക്കൊരു ഡൗട്ട്. 2017 ആ വീട് ആരാ മേടിച്ചതെന്ന് ഇവൻ അറിയാമെന്നാണ് ആ പയ്യൻ പറയുന്നത്. ബൈ,
അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് വേറെ കുറച്ച് സംശയങ്ങൾ വരുന്നു. എന്താണെന്നല്ലേ, ഇയാളൊരു ഇന്റർവ്യൂവിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ ആ ഇന്റർവ്യൂ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു. ഞാൻ എല്ലാം കൂടി ഒന്നും ഇവിടെ കുത്തിക്കേറ്റുന്നില്ല, വലിയ വീഡിയോ ആയിപ്പോൾ. പക്ഷെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ കേൾപ്പിക്കാം. അത് ആ ഒരു ഇന്റർവ്യൂവിൽ പുള്ളി പറയുന്ന ഒരു കാര്യമുണ്ട്. 2019 പുള്ളി, അതുവരെ പുള്ളി കഷ്ടപ്പാടും ദുരിതവും ഒക്കെ ആയിരുന്നു. അത് പുള്ളി പറയുന്നുണ്ട്, വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആ ഇന്റർവ്യൂവിൽ. മൂവി മാൻ ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ഇന്റർവ്യൂവിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി ആ ഇന്റർവ്യൂ ചെക്ക് ചെയ്യാം. പുള്ളി പറയുന്നുണ്ട് 2019 ഒക്ടോബറോ ഓഗസ്റ്റോ 16 അന്ന് പുള്ളിക്ക് ഒരു വലിയ ഡീല് നടന്നു. അതിനുശേഷമാണ് പുള്ളി നല്ല രീതിയിൽ ഒന്ന് കാശൊക്കെ പുള്ളിക്കായെന്ന് പുള്ളി പറയുന്നുണ്ട്. അപ്പോൾ ഈ 2017 വേറെ ആരെങ്കിലും മേടിച്ച വീടായിരിക്കും ചിലപ്പോൾ. അതിനുശേഷം പുള്ളി ഈ അൻവിൻ എന്ന് പറയുന്ന ആൾ മേടിച്ചിട്ടുണ്ടെങ്കിലോ എനിക്കറിയത്തില്ല, ഞാനൊരു സംശയം പറഞ്ഞതാണ്. എന്താണെങ്കിലും ഒരു ഇന്റർവ്യൂവിൽ ഇദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങൾ, അൻവിൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കാണാം. പയ്യൻ പറയുന്ന മൊത്തം നിങ്ങൾ കേട്ടല്ലോ. അവൻ പറയുന്നതിനകത്തും നമുക്ക് അറിയത്തില്ല, എന്തൊക്കെയോ ഡൗട്ട് ഉണ്ട്. സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടും ഒക്കെ വരുമ്പോൾ നോക്കാം. പിന്നെ വേറൊരു കാര്യം, അൻവിൻ കൂട്ടുകാരാ, നീ ഈ പയ്യനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് തെമ്മാടിത്തരം. അങ്ങനെ നീ ഭീഷണിപ്പെടുത്തേണ്ട കാര്യം എന്താ? അല്ല, നിന്റെ കയ്യിൽ തെറ്റുണ്ടെങ്കിൽ മാത്രം നീ അവനെ ഭീഷണിപ്പെടുത്തിയാൽ മതി. മനസ്സിലായില്ലേ? തെറ്റില്ല, ഡീസൻ്റ് ആണെങ്കിൽ ആ പയ്യനെ ഭീഷണിപ്പെടുത്തേണ്ട കാര്യമില്ല. പിടികിട്ടിയില്ലേ? അങ്ങനെ നീ ഭീഷണിയൊക്കെ പെടുത്തിയിട്ടുണ്ടെങ്കിൽ മോനെ നീ കള്ളനാണെന്ന് ഞാനും പറയും. വേറെ കാര്യം എന്താണെങ്കിലും ഈ അൻവിൻ്റെ കുറച്ച് വീഡിയോ ക്ലിപ്പുകൾ, ഇന്റർവ്യൂ നമുക്കൊന്ന് കാണാം. നിങ്ങളുടെ നല്ലൊരു കാമുകൻ ഉണ്ടായിരുന്നു. അത് പണ്ടുണ്ടായിരുന്നു, മുടി പോയപ്പോ പോയതാ. പ്രേമിച്ച് കഴിഞ്ഞാൽ ഒരാളോട് ഇഷ്ടം തോന്നി കഴിഞ്ഞാൽ കമ്മിറ്റഡ് അഡ്വഞ്ചറസ് ലവ് ആയിരുന്നു അൻവിൻ. അതൊക്കെ പറഞ്ഞാൽ മോശമായി പോകത്തില്ലേ? ഭയങ്കര ആത്മാർത്ഥതയുള്ള. പിന്നെ എനിക്ക് നല്ല ആത്മാർത്ഥമായിരുന്നു, അതുകൊണ്ടല്ലേ അവള് പോയപ്പോ വിഷമമായത്. അതുകൊണ്ടല്ലേ പ്രേമിക്കാൻ നടക്കുന്നത്. കേട്ടല്ലോ സാധനം. പുള്ളി പറയുന്നുണ്ട് ആരോ പുള്ളിയുടെ ലൈഫിൽ നിന്ന് പോയി, അതിനുശേഷമാണ് പുള്ളി പിന്നെ പ്രേമിക്കാതിരുന്നതെന്നുള്ള കാര്യമൊക്കെ പുള്ളി പറയുന്നുണ്ട്. പിടികിട്ടിയോ? അപ്പോൾ എനിക്കറിയാൻ പാടില്ല, നമ്മൾ ആ കണ്ട ഫോട്ടോ ഇയാൾ ഇനി പറയുന്ന ആളുടെ ആണോ, ആരോ പോയെന്ന് പറയുന്നു, ഇനി ആ ആളുമായിട്ടുള്ള ഫോട്ടോ ആണ് നമ്മൾ കണ്ടത്, നമുക്കറിയത്തില്ല. പിടികിട്ടിയോ? അതുകൊണ്ട് നമ്മൾ അതും കൂടെ, ഇത് ഇപ്പം ഈ പ്രശ്നം ഉണ്ടായ സമയത്ത് വരുന്ന ഇന്റർവ്യൂ അല്ല, അതിനും 6 മാസങ്ങൾക്ക് മുമ്പുള്ളൊരു, ഇപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് 6 മാസം മുമ്പ് വന്നൊരു ഇന്റർവ്യൂ ആണ്. അപ്പോൾ അവിടെ പുള്ളി പറയുന്നുണ്ട് പുള്ളിയുടെ ലൈഫിൽ ആരോ ഉണ്ടായിരുന്നു, അവർ പോയി, പിന്നെ ആരുടെയും പുറകെ ഇനി പോകുന്നില്ല, ആ രീതിയിലാണ് പറയുന്നത്. അപ്പം ആ പോയത് ഈ പറയുന്ന ഫോട്ടോയിൽ കാണുന്ന നമുക്ക് അറിയാൻ പാടില്ല. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല. പക്ഷെ പുള്ളി അതും പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? നമ്മൾ അതും കൂടെയൊക്കെ നോട്ടീസ് ചെയ്യണം. എന്ന് വെച്ചിട്ട് ഇപ്പോൾ അവനെ വെളുപ്പിക്കാൻ നോക്കുകയാണെന്ന് ഞാൻ വീണ്ടും പറയരുത്. എല്ലാം കൂടെ ഞാൻ കുത്തിപ്പൊക്കി ഇങ്ങനെ നോക്കുന്നതേ ഉള്ളൂ. അവൻ്റെ ഭാഗത്ത് തെമ്മാടിത്തരമുണ്ടെങ്കിൽ വീണ്ടും ഞാനതാ പറയുന്നത്, തെമ്മാടിത്തരമുണ്ടെങ്കിൽ നമ്മൾ കല്ലുവിളിച്ചെറിയും, ഉറപ്പുള്ള കാര്യം. ബാക്കിയും കൂടെ കേട്ടോ. എനിക്ക് നല്ല വണ്ടികളൊന്നുമില്ല. നല്ല വണ്ടികളില്ലാത്തപ്പോ സ്യൂട്ടൊക്കെ ഇട്ടിട്ട്, ഈ സ്യൂട്ട് എന്നൊക്കെ പറഞ്ഞ ഏതെങ്കിലും ഒരു ചാത്തൻ കടയിൽ പോയിട്ട് വാങ്ങിച്ചിട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്ത്, എനിക്ക് തടിയൊന്നും ഇല്ലല്ലോ, നമ്മുടെ ഉള്ളിലൊരു ഡ്രസ്സൊക്കെ ഇട്ട് കറക്റ്റ് ഫിറ്റ് ചെയ്ത് ഒക്കെ വെൽ ഡ്രസ്ഡ് ആയിട്ടൊക്കെ പോകുമ്പോൾ, നമ്മളൊരു ഡീലിന് പോകുമ്പോൾ ഒരു സോപ്പ് പെട്ടി കാർ കൊണ്ട് നമ്മൾ പോവാ. ഓക്കെ, ആ ഡീലിൽ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ വലിയ കമ്പനിയുടെ ആളാന്നൊക്കെ പറഞ്ഞിട്ടല്ലേ പോവാ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മള് വണ്ടി ഏതെങ്കിലും മൂലയ്ക്ക് കൊണ്ട് പാർക്ക് ചെയ്തിട്ട് ഏതെങ്കിലും നല്ല വണ്ടിയുടെ ഇടയിൽ കൂടെ ഇറങ്ങി വരും. ഞാൻ ഇങ്ങനെ വരുന്ന ഒരാളാണെന്ന് കാണിക്കണമല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെ കയറി വന്ന് പോയി സംസാരിച്ച്. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ ഫസ്റ്റ് ഡീൽ എന്ന് പറയുന്നത് ഞാനൊരു മൾട്ടി മില്യൺ കമ്പനിയുടെ ഓണറാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പോയിട്ട് കോൺട്രാക്ട് പിടിക്കുന്നത്. പിടിക്കപ്പെടുന്നില്ല, നമ്മള് കാമായിട്ടൊക്കെ കാര്യം പറഞ്ഞാൽ മതി. കോൺഫിഡൻസ് അല്ല അതിനകത്ത്. പിടിക്കപ്പെടുന്നില്ല, നമ്മളെങ്ങനെ പിടിക്കപ്പെടും? നമ്മൾ പോയിട്ട് ഞാൻ ബ്രോയോട് സംസാരിക്കുന്ന കാര്യം, ഇപ്പൊ ബ്രോ ഇപ്പൊ എന്ത് കേട്ടില്ല ഇത് വിശ്വസിക്കുന്നത്, ഇത് ചിലപ്പോ സത്യമാണ് കള്ളമാണ്. ഞാൻ ഈ ബ്രോയോട് പറയുന്ന ഈ കോൺഫിഡൻസ് ഉണ്ടല്ലോ, ഇതേ കോൺഫിഡൻസോട് തന്നെയാണ് ഞാൻ അവിടെയും പോയി സംസാരിക്കുന്നത്. കാമായിരുന്നു, നല്ല ഡീലായിരുന്നു. അതൊരു ചെറിയൊരു കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ബേസിക് കോൺട്രാക്ട് കിട്ടി. ചെറിയ രീതിയിലുള്ള ഒരു ഉടായ്പാണ് ഞാൻ എന്ന് പുള്ളി പറയുന്നുണ്ടേ. മനസ്സിലായില്ലേ? പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ കഥ, പുള്ളിയുടെ കാറും തേങ്ങയും മാങ്ങയൊന്നും ഇല്ലാത്ത ആ ഒരു ടൈം എന്ന് പറഞ്ഞാൽ 2019 ഒക്ടോബറോ ഓഗസ്റ്റോ 16 മുമ്പുള്ള ഒരു കഥയാണ് പുള്ളി പറയുന്നത്. പുള്ളി ഇങ്ങനെയൊക്കെ പോയ ഒരു കാലഘട്ടം പുള്ളിക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ആ ഒരു ഡേറ്റിന്, ആ ഒരു സമയത്തിന് ശേഷം പുള്ളിക്ക് എന്തോ നല്ലൊരു ഡീല് കിട്ടി, അതിന് ശേഷമാണ് പുള്ളി ഫ്ലറിഷ്ഡ് ആയത് എന്ന് പുള്ളി പറയുന്നുണ്ട്. പിന്നെ കോട്ടും സൂട്ടും, അതിൻ്റെയൊക്കെ കഥ കേട്ടല്ലോ നിങ്ങൾ. ഈ കോട്ടും സൂട്ടും ഇട്ട് ആ ചേച്ചിയോടെ നിൽക്കുന്ന ഒരു ഫോട്ടോ അല്ലേ പുറത്ത് വന്നിരിക്കുന്നത്. അതും പറഞ്ഞിട്ട് പുള്ളി കല്യാണം കഴിച്ചതാണെന്നോ അല്ലെങ്കിൽ ആ പുള്ളി സിംഗിൾ അല്ല, അതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? ഒരു കോട്ടും സൂട്ടും ഇട്ട് ഒരു ലേഡിയുടെ ഫോട്ടോ എടുത്തൊന്നും പറഞ്ഞ് ചിലപ്പോൾ അവർ പ്രേമിക്കുന്ന ആൾക്കാരായിരിക്കാം, ചിലപ്പോൾ കല്യാണം കഴിച്ചിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ അതിന് ശേഷം ഡിവോഴ്സ്ഡ് ആയതായിരിക്കാം, നമുക്ക് അറിയത്തില്ല. അറിയാത്ത കാര്യത്തിൽ നമ്മൾ കല്ലുവലിച്ചെറിയാൻ നിൽക്കണ്ട. പക്ഷേ ഈ സ്കാം എന്ന് പറയുന്ന ആ പയ്യൻ പറയുന്നുണ്ടല്ലോ, അപ്പം ആ പറയുന്നതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ട അൻവിൻ ചേട്ടാ കല്ലറി നല്ലതായിട്ട് കിട്ടും. പിന്നെ അവനെ ഭീഷണിപ്പെടുത്താനും പിടിക്കാനും പോകേണ്ട കാര്യമില്ല. വീണ്ടും ഞാൻ പറയുന്നു, നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ
പിന്നെ നിങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട് ഇന്റർവ്യൂവിനകത്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ആൾക്കാരെ കൺവിൻസ് ചെയ്യാനുള്ള ആ ഒരു കോൺഫിഡൻസ് നിങ്ങളെ കൊണ്ട് പറ്റും, നിങ്ങളൊരു സെയിൽസ്മാൻ. ആ ഇന്റർവ്യൂവിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആയിക്കോ, പക്ഷേ ജനങ്ങളെ പറ്റിക്കരുത്. മനസ്സിലായില്ലേ? ആരെങ്കിലുമൊക്കെ പറ്റിച്ച് എവിടെന്നെങ്കിലുമൊക്കെ കാശുണ്ടാക്കിയിട്ട് ഈഗിളിനെ പോലുള്ള പാവത്തിൻ്റെ ഒന്ന് നെഞ്ചത്ത് കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യരുത്. മനസ്സിലായോ? ലാസ്റ്റ് ആ ചെറുക്കനും കൂടെ കൊടുങ്ങും. പിടികിട്ടിയില്ലേ? ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. പ്രിയപ്പെട്ട ജനങ്ങളെ, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ പറയണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്താണെങ്കിലും ഈ അൻവിൻ ജോസിൻ്റെ സെക്കൻഡും തേർഡും പാർട്ടൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. നമുക്കത് കണ്ടു നോക്കാം. ഇനി അതിനകത്ത് എന്തൊക്കെയാണ് ഇനി ഈ ചെറുക്കം കൊണ്ടുവന്ന് പ്രൂഫുകൾ തരാൻ പോകുന്നതെന്ന്. ഒരുപാട് പ്രൂഫുകൾ അൻവിൻ ജോസിനെതിരെ വരികയാണെങ്കിൽ അൻവിൻ ജോസു പേടും. മനസ്സിലായില്ലേ? ഈ ഒരു പോഷ് ലൈഫ്, ഈ ഒരു അൻവിൻ ജോസിൻ്റെ കൂടെ തന്നെ വേറെ 1-2 ഐറ്റത്തിനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. മറ്റേ OG ലൈഫ് എന്നൊക്കെ പറയുന്നത് എനിക്കറിയത്തില്ല ആരാണെന്നൊക്കെ. ഞാൻ പുള്ളിയൊക്കെ കണ്ടിട്ടുണ്ട്. ഒരു പോഷ് ലൈഫ് നമുക്ക് കാണിച്ചു തരുന്ന കുറച്ച് ആൾക്കാർ. പിന്നെ അവരൊക്കെ നല്ല ബിസിനസ് മാഗ്നറ്റ്സ് ആണെന്നാണ് പറയുന്നത്. നല്ല രീതിയിൽ കോടികൾ ഉണ്ടാക്കി ജീവിക്കുന്ന എത്ര പേരെ നിങ്ങൾക്കറിയാം പ്രിയപ്പെട്ടവരെ? എല്ലാത്തിൻ്റെയും പുറകെ ഇച്ചിരി ഉടായ്പൊക്കെ കാണും. അതുകൊണ്ട് അതിനകത്തൊന്നും ഞാൻ കുത്തിക്കീറി നിൽക്കാൻ പോകുന്നൊന്നുമില്ല. പക്ഷേ ഈ ഒരു സാധനം, ഈ ഒരു നാട്ടുകാരെ പറ്റിക്കുന്ന അങ്ങനെയുള്ള പരിപാടി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനോട് നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല. അഭിപ്രായം എൻ്റെ മാത്രമാണിത്. നിങ്ങളുടെ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.